ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ 5 വർഷം കൂടി തുടരട്ടെ എന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ആഗ്രഹത്തിലൂടെ പുറത്തായത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ സംഘപരിവാർ പ്രേമമാണെന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ജനകീയ സർക്കാർ ബില്ല് പാസാക്കിയ ബില്ലുകൾ പിടിച്ചുവെച്ച് സംസ്ഥാനങ്ങളെ ഞെരുക്കുന്ന കേന്ദ്രത്തിന്റെ ചട്ടുകമായാണ് ഗവർണർമാർ പലപ്പോഴും പ്രവർത്തിക്കുന്നത്. ഈ പ്രവർത്തിക്കണമെന്നാണോ AICCയുടെ മുൻ നിലപാടും ഏതാണ്ടൊക്കെ ഇതുപോലൊക്കെ തന്നെയായിരുന്നു. BJPക്ക് മുമ്പ് കേന്ദ്രം ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാരുകളും ഗവർണർമാരെ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരുകളെ പലതരത്തിലുള്ള അട്ടിമറിക്കാനുള്ള പലതരത്തിലുള്ള നീക്കങ്ങളും നടത്തിയിരുന്നു എന്നാണ് ഇക്കാര്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ഈ പറയുന്ന AICCയുടെ മുൻ നിലപാടുകളെ തള്ളിയാണ് തിരുവഞ്ചൂരിൻ്റെ, അതായത് കൃത്യമായി പറഞ്ഞാൽ തിരുവഞ്ചൂർ ഗവർണർ പ്രേമം തുറന്നു പറഞ്ഞതിൻ്റെ പിന്നിൽ പോലും ഈ ഒരു ചേതോവികാരം ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അച്ചടക്ക സമിതി ചെയർമാൻ കൂടിയായ നേതാവ് ഇങ്ങനെ അച്ചടക്കമില്ലാത്ത ആളായതിനാൽ UDFിൽ പലർക്കും ശക്തമായ അതൃപ്തിയുണ്ട്. കേരളത്തിൽ ജനോപകാരപ്രദമായ നിയമങ്ങൾക്ക് വേണ്ടിയുള്ള ബില്ല് തടയൽ, അതുപോലെ തന്നെ ചാൻസലർ പദവി ദുരുപയോഗം ചെയ്യൽ, നിയമസഭയെ വെല്ലുവിളിക്കൽ തുടങ്ങിയവയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇതുവരെ ഏറ്റെടുത്ത പ്രധാന പ്രവർത്തനങ്ങളെന്ന് നമുക്ക് ഓരോരുത്തർക്കും വളരെ വ്യക്തമായി തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. സർവകലാശാല ഭരണം തടസ്സപ്പെടുത്തി സിൻഡിക്കേറ്റിലും സെനറ്റിലും സംഘപരിവാർ പ്രതിനിധികളെ തിരികെ കയറ്റിയതാണ് മറ്റൊരു ഭരണനേട്ടം, ഗവർണറുടെ ഭരണനേട്ടം. ഇങ്ങനെയുള്ള ഗവർണറെയാണ് തിരുവഞ്ചൂർ വീരപുരുഷനാക്കി മാറ്റിയിരിക്കുന്നത്. ഇതേ നിലപാടാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളായ K. സുധാകരനും VD സതീശനും ഒക്കെ പലപ്പോഴും എടുത്തിട്ടുള്ളതെന്നും നമുക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവഞ്ചൂരിൻ്റെ പ്രേമത്തിന് അവരാരും എതിര് നിൽക്കാനും ഇടയില്ല. അത് തിരുവഞ്ചൂരിൻ്റെ ഒരു തമാശയാണെന്ന നിലപാടാണ് VD സതീശൻ്റെ വായിൽ നിന്ന് വന്ന വാക്ക്. സതീശൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ 5 വർഷം കൂടി തുടരണമെന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പരാമർശം തമാശയാണെന്ന് തന്നെ പ്രതിപക്ഷ നേതാവായ VD സതീശൻ പറഞ്ഞു. യോഗത്തിൽ അതിഥിയെ സ്വാഗതം ചെയ്യുന്ന സാധാരണ തമാശ എന്നായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോടുള്ള സതീശൻ്റെ പ്രതികരണം. കോൺഗ്രസ് ഗവർണറുടെ കൂടെയല്ല, ഗവർണർ എടുത്ത നിലപാടിനോട് യോജിപ്പില്ല എന്നും സതീശൻ പറയാൻ മറന്നില്ല. കാരണം നിലപാട് പലപ്പോഴും തുറന്നു പറഞ്ഞില്ല എങ്കിൽ വെട്ടിലാകുമെന്നുള്ള കാര്യം സതീശന് നന്നായി ഉറപ്പാണ്.